നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. നെല്ലായിയിൽ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കേരള മൃഗസംരക്ഷണ വകുപ്പുമായി സഹകരിച്ച് ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ 49ാം നമ്പർ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ തൃശൂർ ജില്ലാ തൊഴിൽ മേള സ്പെക്ട്രം ജോബ് ഫെയർ 2025 സംഘടിപ്പിച്ചു. ചാലക്കുടി പോട്ടയിൽ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതിയെ പിടികൂടി. വാർത്തകൾ വിശദമായി. നെല്ലായിയിൽ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തി. പണവും 4 ഗ്രാമോളം സ്വർണവും നഷ്ടപ്പെട്ടു. നെല്ലായി വയലൂർ റോഡിലുള്ള 3 വീടുകളിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നത്. ഒരു വീട്ടിലുണ്ടായിരുന്ന CCTV ക്യാമറകൾ കേടുവരുത്തിയ മോഷ്ടാക്കൾ വീടിനുള്ളിൽ നിന്ന് CCTVയുടെ DVRും കവർന്നിട്ടുണ്ട്. നെല്ലായിയിലെ കാക്കനാട്ട് ശ്രീഹരി, തൃക്കാശ്ശേരി ഭാർഗവി രാധാകൃഷ്ണൻ, പൊറ്റേക്കാട്ടിൽ സജീവൻ എന്നിവരുടെ വീടുകളിലാണ് കഴിഞ്ഞ രാത്രിയിൽ മോഷണം നടത്തിയത്. ശ്രീഹരിയും കുടുംബവും വിദേശത്തായതിനാൽ പൂട്ടിക്കിടന്ന വീടിൻ്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് സമീപവാസികൾ തെല്ലകലെ താമസിക്കുന്ന ശ്രീഹരിയുടെ അമ്മയെ വിവരം അറിയിക്കുകയായിരുന്നു. ഇവർ വന്നു നോക്കിയപ്പോഴാണ് വീടിൻ്റെ മുൻവാതിലിൻ്റെ പൂട്ട് തകർത്ത് മോഷ്ടാക്കൾ അകത്തു കടന്നതായി കണ്ടെത്തിയത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. കിടപ്പുമുറികളുടെ വാതിലുകൾ തകർത്ത് അകത്തു കടന്ന മോഷ്ടാക്കൾ അലമാരകളിലെ വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലാണ്. വീടിനകത്ത് സ്ഥാപിച്ചിരുന്ന CCTVയുടെ ബോക്സ് തകർത്ത് DVR കവർന്ന നിലയിലാണ്. വീടിൻ്റെ വശങ്ങളിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകൾ തകർത്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള തൃക്കാശ്ശേരി രാധാകൃഷ്ണൻ്റെ വീട്ടിലും മോഷണം നടന്നു. മുൻവാതിലിൻ്റെ പൂട്ട് തകർത്ത് അകത്തു കടന്നവർ കിടപ്പുമുറിയിലെ അലമാരയിൽ വെച്ചിരുന്ന 20,000-ഓളം രൂപയും 2 ഗ്രാമിൻ്റെ സ്വർണ്ണക്കമലും കവർന്നു. തൊട്ടപ്പുറത്തുള്ള കിടപ്പുമുറിയിലെ അലമാരയിലും മോഷ്ടാക്കൾ പരിശോധിച്ച നിലയിലാണ്. മോഷ്ടാവിൻ്റെതെന്ന് സംശയിക്കുന്ന ഒരു കുട വീടിനകത്തുനിന്നും കണ്ടെത്തി. സമീപത്തുള്ള പൊറ്റേക്കാട്ടിൽ സജീവൻ്റെ വീട്ടിൽ നിന്ന് ഇതേ രാത്രി 2 ഗ്രാമോളം വരുന്ന കമ്മൽ മോഷ്ടിക്കപ്പെട്ടു. പുതിയ വീടിൻ്റെ നിർമ്മാണം നടക്കുന്നതിനാൽ താൽക്കാലിക ഷെഡിൽ വീട്ടുസാമഗ്രികൾ സൂക്ഷിച്ച് കുറച്ചകലെയുള്ള മറ്റൊരു സ്ഥലത്താണ് സജീവനും കുടുംബവും താമസിക്കുന്നത്. പോലീസും വിരലടയാള വിദഗ്ധരും മോഷണം നടന്ന വീടുകളിലെത്തി അന്വേഷണം നടത്തി. ഉമ്മത്തെ വീട്ടിലത്തെ ആൾക്കാർ കണ്ട് പറയുകയും ചെയ്തു. വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്ന് നോക്കി. ഗേറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു, വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. വാതിലൊക്കെ തല്ലി പിടിച്ചു. പിന്നെ ഉള്ളിൽ അലമാരത്തെ സാധനങ്ങളൊക്കെ വലിച്ചു കയറി പുറത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയും അതിലത്തെ കുറേയൊക്കെ തല്ലി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിലത്തെ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോയിട്ടുണ്ട്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ 49ാം നമ്പർ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പുതുക്കാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അങ്കണവാടി നിർമ്മിക്കുന്നത്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേരി തോമസ്, സലീഷ് ചെമ്പാറ, മേരിക്കുട്ടി വർഗീസ്, സൈമൺ നമ്പാടൻ, കപിൽ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ തൃശൂർ ജില്ലാ തൊഴിൽ മേള സ്പെക്ട്രം ജോബ് ഫെയർ 2025 സംഘടിപ്പിച്ചു. ചാലക്കുടി നഗരസഭ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ബിന്ദു ശശികുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് സുരേഷ് CS മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചാലക്കുടി ITI പ്രിൻസിപ്പാൾ സൗജ MA, വൈസ് പ്രിൻസിപ്പാൾ രാജേഷ് V ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ വിവിധ ITIകളിലെ പ്രിൻസിപ്പാൾമാർ, ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലയിലെ എല്ലാ ITIകളിൽ നിന്നുമായി 1200-ലധികം ട്രെയിനികൾ മേളയിൽ പങ്കെടുത്തു. 65 കമ്പനികളും തൊഴിൽ മേളയുടെ ഭാഗമായി.
ജില്ലാതലത്തിൽ നടക്കുന്ന ഒരു തൊഴിൽ മേളയാണ്. ഇന്ന് നിരവധി ITI പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിരുന്നു തീർന്നത്. നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു തൊഴിൽ ലഭിക്കണം എന്നുള്ള ഒരു വലിയ ജീവിത ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മറ്റ് വിദ്യാഭ്യാസ മേഖലകളേക്കാൾ ഉപരി ഒരു ITI പഠിക്കണമെന്നൊരു ആഗ്രഹം ഏതൊരു വിദ്യാർത്ഥികളുണ്ടാകുന്നത്. കൊരട്ടി ജംഗ്ഷന് സമീപം കഞ്ചാവ് കൈവശം വച്ച യുവാവിനെ കൊരട്ടി CI അമൃത് രംഗനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. ആമ്പല്ലൂർ മണ്ണമ്പേട്ട സ്വദേശി കൊടിയഴികത്ത് വീട്ടിൽ 27 വയസ്സുള്ള അനു ലാലിനെയാണ് ചൊവ്വാഴ്ച രാത്രി 10-ന് അറസ്റ്റ് ചെയ്തത്. CIക്ക് പുറമെ ജൂനിയർ SI മനു P ചെറിയാൻ, CPO ജിതിൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കേരള മൃഗസംരക്ഷണ വകുപ്പുമായി സഹകരിച്ച് ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡീന ആന്റണി പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ ദിവാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PK ജേക്കബ്, ബീന രവീന്ദ്രൻ, CV ആന്റണി, അഡ്വക്കേറ്റ് ലിജോ ജോൺ, PP പോളി, ചാലക്കുടി വെറ്റിനറി ഹോസ്പിറ്റൽ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സണ്ണി KY എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പോട്ടയിൽ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതിയെ പിടികൂടി. മാള താണിശ്ശേരി സ്വദേശി കൊടിയൻ വീട്ടിൽ 36 വയസ്സുള്ള ജോമോനെയാണ് ചാലക്കുടി പോലീസ് പിടികൂടിയത്. 27-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. പോട്ട സ്വദേശി ചെങ്ങിനിമറ്റം ബാബുവിൻ്റെ വീട്ടിൽ പ്രതി മോഷ്ടിക്കാനായി കയറുകയായിരുന്നു. വീട്ടുകാർ ഉണർന്ന് ബഹളം വെച്ചപ്പോൾ മേശപ്പുറത്തിരുന്ന മൊബൈൽ ഫോൺ മോഷ്ടിച്ച് പ്രതി ഓടിപ്പോവുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ജോമോന് മാള പോലീസ് സ്റ്റേഷനിൽ 4 മോഷണക്കേസിലും ആലുവ ചെങ്ങനാട് പോലീസ് സ്റ്റേഷനിൽ 2 മോഷണക്കേസിലും പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീവ് MK, സബ് ഇൻസ്പെക്ടർമാരായ ഋഷി പ്രസാദ്, ഉണ്ണികൃഷ്ണൻ, ASI ഷെറിൻ, CPOമാരായ മാർട്ടിൻ പോൾ, സുരേഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊടകരയിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കൊടകര മേൽപ്പാലം ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് പരിപാടിയിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാംകുമാർ S, കൊടകര ഗവൺമെൻറ് LP സ്കൂൾ പ്രധാനാധ്യാപിക MK ഡൈനി, പ്രോഗ്രാം ഓഫീസർ വിജയ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വലിയ സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഒരു ഫ്ലാഷ് മോബ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടോ നമുക്കിതിനെ ഇതിനൊരു ബോധവൽക്കരണം നടത്താമെന്നല്ലാതെ ലഹരിയിൽ നിന്ന് ഒരാളെ വിമുക്തമാക്കുക എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ പ്രക്രിയ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ തലമുറ എല്ലാവരും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനെക്കുറിച്ചും ലഹരി വിരുദ്ധതയെക്കുറിച്ചും ലഹരി വിമുക്തിയെക്കുറിച്ചും നല്ല ബോധവാന്മാരാവേണ്ടതുണ്ട്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,895 രൂപ, പവന് 71,160 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ലായിയിൽ അടച്ചിട്ട വീടുകൾ കുത്തിത്തുറന്ന് മോഷണം.
ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കേരള മൃഗസംരക്ഷണ വകുപ്പുമായി സഹകരിച്ച് ആരംഭിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ 49ാം നമ്പർ ജ്വാല അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ചാലക്കുടി ഗവൺമെന്റ് ITIയിൽ തൃശൂർ ജില്ലാ തൊഴിൽ മേള സ്പെക്ട്രം ജോബ് ഫെയർ 2025 സംഘടിപ്പിച്ചു. ചാലക്കുടി പോട്ടയിൽ വീട്ടിൽ കയറി മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിലെ പ്രതിയെ പിടികൂടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.